സാന്ദർഭികമായി പറയുകയാണ്, പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിക്കാബ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ. മുഖം മറക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം. നിക്കാബ് ഉപയോഗിക്കാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, മുഖം മറക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അന്യപുരുഷന്മാരുടെ സാന്നിധ്യം തീർച്ചയായിട്ടുമുള്ള ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, അതല്ല പഴയ കാലത്തും അവർ എന്ത് ചെയ്തിരുന്നു, പുരുഷന്മാരുണ്ടാകുന്ന സമയത്ത് നിക്കാബ് അല്ലാത്ത വല്ലതും കൊണ്ട് മുഖം മറച്ചിരുന്നു എന്നാണ്. അഥവാ തലയിൽ നിന്നും ഏതെങ്കിലുമൊക്കെ ഒരു രൂപത്തിലുള്ള ഒരു തുണി അതിന് താഴേക്ക് ഇങ്ങനെ ഇടാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി വല്ല പിന്നോ മറ്റോ ഒക്കെ കുത്താം. അതല്ല ആ നിലക്ക് എങ്ങനെയാണോ അവർക്ക് സാധ്യം, നിക്കാബ് ഉപയോഗിക്കരുത്, അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ സോക്സ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, എന്നാൽ ഒരാൾ കാല് മറച്ചാൽ തെറ്റില്ല. ഇപ്പം നമ്മൾ ഇഹ്റാമിലുള്ളൊരു വ്യക്തി അയാളുടെ കാല് മറച്ചാൽ വല്ല തെറ്റുണ്ടോ? ഒരു കുഴപ്പമില്ല. അയാളിപ്പോൾ മക്കയിലേക്ക് പോയി കുറച്ചു നേരം കിടന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പുതപ്പിട്ട് കാല് മറച്ചാൽ ഒരു കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല. സോക്സ് ധരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, കാല് മറച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ തൊപ്പി ധരിക്കാൻ പാടില്ല പുരുഷനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ കുടവ് ചൂടിയാൽ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. ആരും അതും തലമറയും, കുട ചൂടിയാൽ പ്രശ്നമില്ല. അപ്പൊ അതുപോലെയാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. സ്ത്രീയുടെ കാര്യം പ്രത്യേകമായി കൂടുതൽ വരുന്നതാണ്, കാരണം അതിന് തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയും കൂട്ടരും ഒക്കെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഹ്റാമിലായിരിക്കെ ഞങ്ങളുടെ അടുത്തുകൂടി യാത്രാ സംഘങ്ങൾ കടന്നു പോകുമായിരുന്നു. മറ്റുള്ള പുരുഷന്മാരും മറ്റൊക്കെ പോകും. അവർ നമ്മുടെ അരികിലെത്തുമ്പോൾ അവർ എന്ത് ചെയ്യും, നമ്മൾ തലയിൽ നിന്നും നമ്മുടെ ജിൽബാബ് എടുത്ത് താഴേക്കിടും. അവർ കടന്നുപോയാൽ ഞങ്ങൾ അവർ വെളിവാക്കുകയും ചെയ്യുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരില്ലെങ്കിൽ അവർ മുഖം തുറന്നു തന്നെ ഇടണം. അന്യപുരുഷന്മാരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, മുഖം അത് ഈ പറയുന്ന നിക്കാബ് അല്ലാത്തത് കൊണ്ട് മറക്കണം. ഇത് പ്രത്യേകിച്ചും മുഖം മറക്കൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുന്ന പണ്ഡിതന്മാരാണ് ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. സൗദി അറേബ്യയിലെ ലജ്നത്തു ദായിമ, ഉന്നത പണ്ഡിത സഭയും, അതേപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുള്ള പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം ഈ വിഷയത്തിൽ ഇങ്ങനെ ഫത്വ നൽകിയത് കാണാം. ഇത് ഞാൻ പറയാൻ കാരണം, ചില ഗ്രൂപ്പുകളെങ്കിലും എന്ത് ചെയ്യും, സ്ഥിരമായി മുഖം മറച്ച് ശീലമുള്ള സ്ത്രീകളെ ഉംറക്ക് പോകുമ്പോൾ മുഖം മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് നിക്കാബ് ഒഴിവാക്കി പൂർണ്ണമായി മുഖം തുറന്നിരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. അത് തെറ്റാണ്, അവരുടെ അറിവില്ലായ്മയാണ് ആ കാണിക്കുന്നത്. ഒരിക്കലും നിക്കാബ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതല്ലാതെ മുഖം മറക്കാൻ പാടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. മറിച്ച് മറ്റു വല്ലതും കൊണ്ട് അവർക്ക് മുഖം എന്ത് ചെയ്യാൻ പറ്റും, താഴ്ത്തിയിടാൻ പറ്റും. ആ താഴ്ത്തിയിടുന്ന തുണി മുഖത്തിന് തട്ടുന്നതുകൊണ്ടും കുഴപ്പമില്ല. കാണാൻ പറ്റും ചില ഹറമിലൊക്കെ ചില ആളുകൾ മുഖത്തേക്ക് തുണി തട്ടാൻ പാടില്ല എന്ന് വെച്ച് വേറെ വല്ലൊരു കമ്പി വളച്ച് കെട്ടിയതുപോലെ വെച്ചിട്ട് അതിന് മുകളിലൊക്കെ തുണിയിടാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഇഹ്റാമിലായിരിക്കെ ചെയ്ത കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെയ്ത കാര്യം കൂടെ പറയുമ്പോൾ പിന്നെ അതിനും വലിയ തെളിവ് എന്താണ് വേണ്ടത്? അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മുഖം മറക്കാൻ അനുവാദമുണ്ട്, അവിടെ നിഷിദ്ധമാകുന്നത് നിക്കാബ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഏതുപോലെ ഇപ്പൊ കയ്യിൽ ഗ്ലൗസ് ഇടാൻ പാടില്ല, പക്ഷേ കൈ ഈ പറയുന്ന ജിൽബാബിന്റെ ഉള്ളിൽ കൈ വെക്കാൻ പാടില്ലേ? പാടുണ്ട്. കൈ ആ രൂപത്തിൽ അവർക്ക് ഉള്ളിലേക്ക് വെക്കാം. കയ്യിൽ ഗ്ലൗസ് ഇടാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ വിഷയം സാന്ദർഭികമായി പറഞ്ഞതാണ്. അതല്ല എങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സാധാരണ അവർ ധരിക്കാവുന്ന എല്ലാ വസ്ത്രങ്ങളും, അത് പർദ്ദയും അതൊക്കെ അതേ രൂപത്തിൽ തന്നെ അവർക്ക് ധരിക്കാം.